ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ അധ്യക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിൽ അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നത് വാക്ക് പറഞ്ഞാൽ മാറാത്തത് അല്ലെ, കരച്ചിലിന് മുമ്പിൽ നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്താണ്, കരച്ചിലിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ വേദനകളുടെ മുമ്പിൽ, നമ്മുടെ നിലവിളികളുടെ മുമ്പിൽ കണ്ണടയ്ക്കാത്ത ഒരു ദൈവത്തെ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ കാണുവാനായിട്ട് സാധിച്ചു അല്ലേ. ഹഗാറിൻ്റെ മകന് ദൈവം കണ്ണു തുറന്നു കൊടുത്തു. ശക്തനായ ദൈവം അല്ലേ. അവിടെ രേഖപ്പെടുത്തിയിരുന്ന ഇങ്ങനെയാണ്: ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു. അവൻ്റെ അമ്മ മിസ്രയീം ദേശത്ത് വന്ന് അവൻ ഒരു ഭാര്യയെ കൊണ്ടുവന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മളെ ഒരിക്കലും മറക്കുന്ന ഒരു ദൈവമല്ല. നമ്മുടെ നിലവിളികളുടെ മുമ്പിൽ, നമ്മുടെ കരച്ചിലുകളുടെ മുമ്പിൽ നമ്മളെ എന്നും ഓർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. നമ്മളെ ഒരിക്കലും മറന്നു കളയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ നിലവിളികൾക്കുള്ള മറുപടി ആയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു നിലവിളിക്ക് മുമ്പിൽ ദൈവത്തിനൊരു മറുപടിയുണ്ട്. ആ മറുപടി ഉറപ്പായും സംഭവിക്കും. ഹഗാറിന്റെ കരച്ചിൽ കേട്ട ദൈവം നിങ്ങളുടെ കണ്ണുനീരുകളെ കാണുക തന്നെ ചെയ്യും, നിങ്ങളുടെ നിലവിളികളെ കാണുക തന്നെ ചെയ്യുമെന്ന് വളരെ വ്യക്തമായി ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ പ്രതിപുസ്തകം അതിൻ്റെ 21 അധ്യായത്തിന് 33 വാക്യത്തിൽ അബ്രഹാം ബേർശേബയിൽ ഒരു പിചുല വൃക്ഷം നട്ടു, നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ ആരാധന കഴിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അബ്രഹാം നിത്യ ദൈവമായ യഹോവയിലാണ് വിശ്വസിച്ചിരുന്നത്. 2 ദൈവങ്ങളോ അല്ലെങ്കിൽ 2 വ്യക്തികളോ 3 വ്യക്തികളോ ഉള്ള ദൈവത്തെ ആയിരുന്നില്ല അബ്രഹാം ആരാധിച്ചിരുന്നത്. ഏക സത്യ ദൈവത്തെ ആയിരുന്നു എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 3 സങ്കല്പങ്ങളും 3 ദൈവങ്ങളുമുള്ള ഒരു കൂട്ടത്തിൽ നിന്നായിരുന്നെങ്കിൽ അവൻ മെച്ചപ്പെട്ടഭൂമിയിൽ നിന്നാൽ മതിയായിരുന്നു. എന്തുകൊണ്ട്? ദൈവം വിളിച്ചത് കൊണ്ട്. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം വിളിച്ച ഉടൻ തന്നെ അവൻ പറഞ്ഞ ഉടൻ തന്നെ അവൻ അവിടെ ദേശത്തെയും ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും വിട്ടിറങ്ങിയെങ്കിൽ അവൻ വിശ്വസിച്ചിരുന്നത് ഏക ദൈവത്തിലാണ്. ഇത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഏക ദൈവവിശ്വാസിയായിരിക്കണം. ദൈവവചനം അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ദൈവം ഏകനാണ് അല്ലേ. നമ്മുടെ ദൈവം ഏകനാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമുക്ക് 3 പേർ കൂടിയ ദൈവമൊന്നുമില്ല. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു കൂട്ടം തൃത്വ സഹോദരന്മാർ ഈ കാലഘട്ടങ്ങളിൽ വളരെയധികം കൂടി വരുന്നു എന്നുള്ളതാണ് അല്ലേ. ഈ സഹോദരങ്ങൾ അറിവില്ലായ്മകൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് വചനത്തിന് മുമ്പിൽ നിന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അറിവില്ലായ്മകൾ മനുഷ്യനിലേക്ക് ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യനിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. ദൈവം 3 പേര് ചേർന്നതാണ്, അല്ലെങ്കിൽ 3 ദൈവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന തെറ്റായ പഠനങ്ങൾ ഈ കാലങ്ങളിൽ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ദൈവം ഏകനാണ്. ആ കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പം അവിടെ എഴുതിയിരിക്കുകയാണ് നിത്യദൈവം എന്നാണ്. നിത്യദൈവം എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ നമ്മൾ എബ്രായ ഭാഷയിൽ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ്: ഏൽ ഒലാം എന്നാണ്. ഒലാം എന്ന പദത്തിന് മറയ്ക്കപ്പെട്ടത് രഹസ്യം, ദീർഘകാലം, നിത്യത എന്ന അർത്ഥമാണ് അതിന് ഉള്ളത്.
അപ്പോ പുരാതനനായ ദൈവമാണ് നമ്മുടെ ദൈവം, ശാശ്വതനായ ദൈവമാണ്, എന്നേക്കുമുള്ള ദൈവമാണ്. അവന് യാതൊരു മാറ്റവുമില്ല, അല്ലേ? ദൈവം ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെട്ടപ്പോഴും അവൻ ആദ്യനും അന്ത്യനും തന്നെയാണ്. അവനൊരു മാറ്റവുമില്ല. അവൻ എന്നും അനന്യനായ ദൈവമാണ്. അവന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്ന ദൈവമല്ല. അവൻ മാറത്തില്ല. അവന് മാറ്റമില്ലാത്ത ദൈവം, അല്ലെങ്കിൽ എന്നേക്കുമായി നിലനിൽക്കുന്നവനായ ദൈവം, രഹസ്യമാണ്, ദീർഘകാലമായുള്ളവനാണ്, നിത്യമായ ദൈവമാണ്, പുരാതനനായ ദൈവമാണ്, ശാശ്വതനായ ദൈവമാണ്. നമ്മുടെ പിതാക്കന്മാർക്കൊക്കെയും അറിയാവുന്ന ദൈവം, നമ്മുടെ പിതാക്കന്മാർ ആരാധിച്ചു കൊണ്ടിരുന്ന ദൈവം, അല്ലേ? അവനേകനാണ്. അവനേകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ ദൈവമാണ്. അവനെ നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നുകളയല്ല. അവൻ 3 പേർ കൂടിയ ദൈവമൊന്നുമല്ല. അവൻ ഏകനാണ്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. ആവർത്തന പുസ്തകം അതിന്റെ 29 നമ്മൾ കടന്നു പോകുമ്പോൾ, ആവർത്തന പുസ്തകം 29 അധ്യായം 28 നമ്മൾ വായിക്കുമ്പം അവിടെ എഴുതിയിരിക്കുകയാണ്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്ക് നമ്മുടെ മക്കൾക്കും ഉള്ളവ ആകുന്നു. അല്ലേ? മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആർക്കുള്ളതാണ്? യഹോവയായ ദൈവം. അവൻ ഏകനാണ്. ഏകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവനുള്ളതാണ്. അവൻ എന്താണ്? ദൈവമായ യഹോവയാണ്. അവൻ വെളിപ്പെട്ടിരിക്കുന്ന എന്താണ്? വെളിപ്പെട്ടിട്ട് അവന് എന്താണ്? യഹോവയ്ക്കുള്ളവ അത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന്. അല്ലേ? അവനൊരു നിയമമുണ്ട്. ആ നിയമം നമ്മൾ അനുസരിച്ച് നടക്കേണ്ടതാണ്. ആ നിയമം നമ്മൾ പാലിക്കേണ്ടതാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്ന് പോകരുത്. അതിനെയാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പം നിത്യനായ ദൈവം, ഏകനായ ദൈവമാണ് നമ്മൾ സ്തുതിക്കുന്നത്. ആവർത്തന പുസ്തകം 32 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 32 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 39 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവിൻ. അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ് 39 വാക്യത്തിലേക്ക്, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവിൻ. തൃത്വക്കാര് പറയുന്നത് പോലെ പിതാവ് വേറൊരാള്, പുത്രൻ വേറൊരാള്, പരിശുദ്ധാത്മാവ് വേറൊരാള്. അങ്ങനെയാണോ ദൈവത്തെ കുറിച്ച് പറയുന്നത്? ദൈവം പറയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, ഞാനല്ലാതെ ദൈവം ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, അല്ലേ? ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, അല്ലേ? അപ്പൊ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ദിവസങ്ങളിലൊക്കെ ആരോ പറയുന്നത് കേട്ടു, യേശുക്രിസ്തു കുരിശ് മരിച്ച് ക്രിസ്തുവായി കഴിഞ്ഞപ്പോൾ മറ്റൊരു ദൈവം കൂടി വന്നു, അതാണ് രണ്ടാമത്തെ വ്യക്തിത്വത്തിന് പിന്നീട് ദൈവത്വം കൊടുക്കുകയായിരുന്നു എന്നൊക്കെ പഠിപ്പിക്കുന്ന വളരെ തെറ്റായ പഠിപ്പീരുകൾ ഇക്കാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ദൈവവചനം പറയുകയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞേനമായിരുന്നു, എൻ്റെ ഒരു പുത്രനും കൂടി ഉണ്ട് എന്ന് പറഞ്ഞേനമായിരുന്നു. പുത്രനും കൂടിയുണ്ട്, ഒരാത്മാവ് കൂടിയുണ്ട്, ഞങ്ങൾ 3 പേരാണെന്ന് പറഞ്ഞേനമായിരുന്നു. പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ലാത്തിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. ദൈവവചനം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? കള്ളം പറയുന്നതല്ല. ഇന്നത്തെ തൃത്വപണ്ഡിതന്മാർ എന്ത് ചെയ്യും? ഞാൻ മാത്രമല്ല എന്ന് പറഞ്ഞ ഭാഗമൊക്കെ തിരുത്തിയിട്ട് അവർ തന്നെ പറയും 3 പേരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു.
അപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അവരുടെ വഞ്ചനകളിൽ നമ്മൾ വീഴുവാൻ പാടില്ല എന്നാണ് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത്. അല്ലെ? ദൈവവചനം നമ്മളോട് കള്ളം പറയുമോ? ഒരിക്കലും കള്ളം പറയുകയില്ല. ദൈവവചനം നമ്മളോട് പറഞ്ഞില്ല ഞാൻ 3 പേരാണ് എന്ന് പറഞ്ഞോ? ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ദൈവം പ്രസ്താവിക്കുന്നത്. അല്ലേ? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ മാത്രമേ ഉള്ളൂ, വേറൊരാളില്ല, എന്നിൽ മറ്റൊരാളില്ല എന്ന് തന്നെയാണ് യഹോവയായ ദൈവം ഇതിന് പറയുവാനുള്ളത്. ആചരണത്തിൽ നോക്കുമ്പോൾ അബ്രഹാം ആരെയാണ് വിളിച്ചിരുന്നത്? ഏക സത്യ ദൈവത്തെയായിരുന്നു അവൻ വിളിച്ചു കൊണ്ടിരുന്നതെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആവർത്തന പുസ്തകം 33 അധ്യായം 27 വാക്യത്തിൽ നമ്മൾ വരുമ്പോ 33:27 വരുമ്പോ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? പുരാതനനായ ദൈവം പുരാതനനായ ദൈവം നിന്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അല്ലേ? പുരാതനായ ദൈവം ആരാണ് എന്നാണ് 27 വാക്യം പറയുന്നത്. നമ്മുടെ സങ്കേതമാണ്, അവന് ശാശ്വത ഭുജങ്ങളുണ്ട് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവന് കീഴെ എന്താണ്? അവന് എൻ്റെ സങ്കേതമാണ്, അതുപോലെ തന്നെ കീഴെ എന്തുണ്ട്? ശാശ്വത ഭുജങ്ങളുണ്ട് എന്ന് പറയുന്നു. ദൈവം വലിയവനാണ്, ഏകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ ദൈവം. അല്ലേ? ആ ദൈവം എന്താണ്? ശാശ്വതനാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത നമ്മൾ ചിന്തിക്കുമ്പോ പിന്നത്തെ കാര്യം പറയുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് കേൾക്കണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 90:2 നമ്മൾ വരുമ്പോ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 90:2 രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അപ്പം ഒരേ ഒരു ദൈവമേ നമുക്കുള്ളൂ. അവൻ എന്താണ്? അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു എന്നാണ് അവനെ കുറിച്ച് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. മോശ തന്റെ പുസ്തകത്തിൽ, മോശയുടെ സങ്കീർത്തനം എന്നാണ് 90-ാം സങ്കീർത്തനത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ഇനി 21-31 നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ അവിടെ എന്താണ്? നിത്യനായ ദൈവം, ശാശ്വതനായ ദൈവം എന്നൊക്കെ ദൈവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 40:28 വായിക്കുമ്പോ, യെശയ്യാവിന്റെ പുസ്തകം 40:28 വായിക്കുമ്പോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 28 വാക്യത്തിൽ, നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം. അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് എന്താണ്? യഹോവ നിത്യദൈവം എന്നാണ്. അതെ, യഹോവ നിത്യനായ ദൈവം എന്നാണ് യെശയ്യാവിന്റെ പുസ്തകം 40:28 രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റാർക്കും അറിയില്ലായിരുന്നു എങ്കിലും യഹോവ എന്താണ്? നിത്യനായ ദൈവം എന്ന് യഹൂദന്മാർക്കറിയാം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ മാത്രമാകുന്നു ഏക സത്യദൈവമെന്നും അവർക്കറിയാം. യെശയ്യാവിന്റെ പുസ്തകം 43:10 വായിക്കുമ്പോൾ 43:10 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 10-ാം വാക്യത്തിൽ, നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനുമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അല്ലേ? ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തതാണ് ദൈവം. അവന് വേണ്ടി നിലനിൽക്കുവാൻ, അവന്റെ വചനത്തെ അനുസരിക്കുവാൻ, അവന് വേണ്ടി ഫലം കായ്ക്കുവാൻ അവൻ തിരഞ്ഞെടുത്ത ഒന്നാണ് ഇസ്രായേൽ ജനം. അല്ലേ? പുത്രത്വവും അവകാശവും ഒക്കെ പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞ പുത്രത്വവും ന്യായപ്രമാണ അവകാശങ്ങളും അതിലെ അനുഗ്രഹങ്ങളും എല്ലാം ദൈവം ആർക്കാണ് കൊടുത്തത്? ഇസ്രായേൽ ജനത്തിനാണ് കൊടുത്തത്. കാരണം എന്തുകൊണ്ടാ? അബ്രഹാം പിതാവിന്റെ ബ്ലെസ്സിങ്സ്, 7 ബ്ലെസ്സിങ്സിൽ അവയെല്ലാം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്.
അല്ലെ? അബ്രഹാമിന്റെ ബ്ലെസ്സിങ്സിന് അത്ര വലിയ പ്രാധാന്യം ദൈവവചനം കൽപ്പിക്കുന്നു. അബ്രഹാമിന് കൊടുത്ത 7 വാഗ്ദത്തങ്ങൾ ഇതെല്ലാം ഇസ്രായേൽ ജനത്തിന് ഗുണമായി വന്നു, അല്ലെങ്കിൽ ഗുണമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ യിരെമ്യാവിന്റെ പുസ്തകം 10:10 നമ്മൾ വായിക്കുമ്പോൾ, യിരെമ്യാവിന്റെ പുസ്തകം 10:10 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 10-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ എഴുതുക, യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. അപ്പോ യഹോവയോ സത്യദൈവം. യേശുക്രിസ്തുവിനെ പറയുന്നത് എന്താണ്? യോഹന്നാൻ പറയുന്നത് എന്താണ്? സത്യദൈവം എന്ന് പറയുന്നു. അപ്പൊ യഹോവയുടെ മനുഷ്യനായിട്ടുള്ള വെളിപ്പെടലാണ് യേശുക്രിസ്തു എന്ന് പറയുന്നതിൽ തെറ്റൊന്നും തന്നെയില്ല. അത് ശരിയാണ് എന്നുള്ള കാര്യവും മറന്നു പോകരുത്. അല്ലേ? മനുഷ്യനായി ദൈവം വെളിപ്പെടുന്നു. കാരണം ദൈവം മനുഷ്യനുമല്ല, മനുഷ്യപുത്രനുമല്ല എന്ന സങ്കീർത്തന പുസ്തകം നമ്മളോട് പറയുന്നു. സംഖ്യാപുസ്തകം നമ്മളോട് സംസാരിക്കുന്നു. അപ്പം ദൈവം എങ്ങനെയുള്ളവനാണ്? അവൻ സത്യദൈവമാണ്. അപ്പൊ സത്യദൈവത്തെ ആയിരുന്നു അബ്രഹാം ആരാധിച്ചു കൊണ്ടിരുന്നത്. ഈ നന്മയെല്ലാം വന്നത് എന്തുകൊണ്ടാണ്? അവൻ സത്യദൈവത്തെ ആരാധിച്ചു. അല്ലെങ്കിൽ സത്യദൈവം, അവന്റെ ദൈവം സത്യമായ ദൈവമാണ്, ശാശ്വത ദൈവമാണ്, പുരാതനനാണ്, ഏകനാണ് എന്ന് അവൻ വിശ്വസിച്ചു. അതാണ് അവന്റെ അനുഗ്രഹങ്ങൾക്കെല്ലാം പ്രധാനമായ കാരണമെന്ന് പറയുന്ന എബ്രായർ ലേഖനം 13:8 നമ്മൾ വായിക്കുമ്പോൾ, എബ്രായർ ലേഖനം 13-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. 8-ാമത്തെ വാക്യത്തിൽ എഴുതിയാണ്, യേശു ക്രിസ്തു ഇന്നലെയും എന്നും എന്നേക്കും അനന്യൻ തന്നെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, യഹോവയായ ദൈവത്തെ പറ്റി പറയുമ്പോൾ ആ ഭാഗമില്ല യേശു ക്രിസ്തുവിനെ സാമ്യപ്പെടുത്തി പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലായിക്കൊള്ളണം, ദൈവത്തിന്റെ മനുഷ്യ വെളിപ്പെടലാണ് യേശു ക്രിസ്തു എന്നുള്ള കാര്യം മറന്നു പോകരുത്. അവൻ മനുഷ്യനായി വെളിപ്പെടുകയായിരുന്നു നമ്മളുടെ മുമ്പിൽ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിന് 7 ബ്ലെസ്സിങ്ങുകൾ കടന്നു വരുവാൻ കാര്യം എന്താണ്? അവൻ ഏക സത്യ ദൈവത്തെയാണ് അവൻ ആരാധിച്ചു കൊണ്ടിരുന്നത്. അവൻ ദൈവത്തെ മറന്നു പോകുന്നവനായിരുന്നില്ല, അവൻ ഏക സത്യ ദൈവത്തെയാണ്. അല്ലെങ്കിൽ പിന്നെ അവൻ മെസ്സപ്പൊട്ടോമിയയിൽ നിന്നാ മതിയായിരുന്നു. 3ഉം 4ഉം ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്നവനായിരുന്നെങ്കിൽ അവൻ ആ മെസ്സപ്പൊട്ടോമിയയിൽ അവിടെ നിന്നാൽ മതിയായിരുന്നു. ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു. അവനെ വിളിച്ച് വേർതിരിക്കേണ്ട കാര്യമില്ല. ഏക ദൈവത്തെ ആരാധിക്കുവാനാണ് അവനെ വിളിച്ച് വേർതിരിച്ചത്. എബ്രായർ ലേഖനം 13-ാം അധ്യായം 20-21 നമ്മൾ വായിക്കുമ്പോൾ, 13-ാം അധ്യായം അതിന്റെ 20-ഉം 21 നമ്മൾ വായിക്കുമ്പോൾ, 20-ഉം 21 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ള യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ എന്നും എന്നേക്കും ആമീൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ചാണ്. എന്തിനായിരുന്നു? നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തുവിലൂടെ നമ്മിൽ നിവർത്തിക്കുവാൻ അവൻ എന്നേക്കും മഹത്വമാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ജഡ വെളിപ്പെടലിലൂടെ നമ്മെ എന്ത് ചെയ്യാൻ പോവുകയാണ്? നമ്മെ നന്മയിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടിയാണ് അത് ചെയ്തതെന്ന് വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമ്മൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം 1:18 പറയുന്നു,
വെളിപ്പാട് പുസ്തകം 1:18 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇനി സംഭവിക്കുവാനുള്ളതും എന്റെ വലം കൈയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക എന്ന്. നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ മരിച്ചവനായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ആ ജഡത്തിൽ വെളിപ്പാടായിരുന്ന യേശു ക്രിസ്തു അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലതു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ ദൈവത്തിന്റെ വലങ്കൈ നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുകയാണ്. വലതു ഭാഗം, the right hand of that the God will be എന്ത് ചെയ്യാണ്? നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുന്ന വലതു കരം ദൈവത്തിന്റെ. ആ വലതു കരം നമ്മളെ രക്ഷിക്കുവാനായി ഇറങ്ങി വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം. അതുകൊണ്ടാണ് യേശയ്യാവ് പറയുന്നത്, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അപ്പോ ദൈവത്തിന്റെ ഭുജം മനസ്സിലാക്കണം. ദൈവം എവിടെയും എത്തിച്ചേരും നമ്മളെ സഹായിക്കുവാൻ. അവൻ നിത്യനായ ദൈവമാണ്. ഏകനായി നിന്ന് മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അല്ലാതെ 2ഉം 3ഉം ദൈവങ്ങളൊന്നുമല്ല നമുക്കുള്ളത്. നമുക്ക് ഏകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് ഉള്ളത് എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. അബ്രഹാം, പല ആളുകളും പറയുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒക്കെ പണ്ടേ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ അബ്രഹാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണോ ആരാധന കഴിച്ചത്? അല്ല, യഹോവയായ ദൈവത്തിന്റെ നാമത്തിലാണ് ആരാധന കഴിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവം രക്ഷയുടേതുമായുള്ള ബന്ധത്തിൽ അവൻ 3 പദവികളിൽ അല്ലെങ്കിൽ 3 ടൈറ്റിലുകളിൽ മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അല്ലാതെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സെപ്പറേറ്റ് ദൈവങ്ങളാണ് അല്ലെങ്കിൽ സെപ്പറേറ്റ് വ്യക്തികളാണെന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അബ്രഹാം വിളിച്ചത് ഏക സത്യ ദൈവത്തെയായിരുന്നു. അതുകൊണ്ട് ദൈവം ഒരിക്കലും എന്ത് ചെയ്തില്ല? അവനെ മറന്നു കളഞ്ഞില്ല. നമ്മളെയും ദൈവം മറക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഏക കർത്താവ് ഇസ്രായേലെ കേൾക്കുക. യേശുക്രിസ്തു തന്നെ പഠിപ്പിച്ചതാണ്. ഇസ്രായേലെ കേൾക്കുക, നിന്റെ കർത്താവ് നിന്റെ കർത്താവ് എന്താണ്? ദൈവമായ കർത്താവ് ഏകൻ എന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. അപ്പം ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരും. അബ്രഹാം അങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ടത്. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതിന്റെ സീക്രട്ട് തന്നെ അവൻ ഏക ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പൊ 22-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിന്റെ ആദ്യ വാക്യത്തിൽ, 1-ാമത്തെ വാക്യത്തില് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത്. അപ്പൊ ഈ ആരാധനയും കൂടുതൽ സഹിത്വവും ഒക്കെ കൂടുമ്പോ ദൈവം നമ്മളെ ഒന്ന് പരീക്ഷിക്കും. അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അബ്രഹാം പിതാവ് ഇത്രയും ആരാധിച്ചല്ലോ, കാരണം നന്മയൊക്കെ കണ്ടു, ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തു, ദൈവത്തെ വിശ്വസിച്ചു. അത് വിശ്വസിച്ചു കഴിഞ്ഞപ്പം അബ്രഹാമിന് ഒരു സംശയം, ദൈവത്തിന് ഒരു സംശയം. എന്താണ്? ഈ അബ്രഹാം എനിക്ക് വേണ്ടി നിൽക്കുവോ? അവനെ ഒന്ന് പരീക്ഷിക്കണം. അത് വിടാനായിട്ട് ദൈവം തീരുമാനിക്കുന്നില്ല. കാരണം ഈ അനുഗ്രഹമൊക്കെ മേടിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ വിശ്വസിച്ചതാണോ എന്ന് അവനെ ഒന്ന് ശോധന ചെയ്യണം ദൈവത്തിന്. നമ്മളെങ്ങനെയാണ്, നമ്മൾ ഈ അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇപ്പൊ അനുഗ്രഹം ഉണ്ട് അതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങ് നിൽക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അബ്രഹാം അങ്ങനെയാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ലോകത്ത് കുറെ ആരുടെ കൂടെ നിന്നു? അബ്രഹാമിന്റെ കൂടെ നിന്നു. അവിടെ അനുഗ്രഹം ഉണ്ടെന്ന് കണ്ടപ്പോൾ അവിടെ നിന്നു.
കഷ്ടവും പ്രയാസവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഓടിപ്പോകാനായിട്ട് താൻ തീരുമാനിച്ചു. അല്ലേ? ദൈവം പറയുന്നതൊന്നും താൻ കേൾക്കാനൊന്നും തനിക്ക് മനസ്സുണ്ടായിരുന്നില്ല. നമ്മൾ ചില ആളുകളും ഇങ്ങനെയാണ്. ഈ അനുഗ്രഹം കാണുമ്പോൾ ഓടിച്ചില്ല. അനുഗ്രഹം അവിടെ ഉണ്ട്, ഭയങ്കര അനുഗ്രഹം, അവിടെ അങ്ങ് അനുഗ്രഹം നിറഞ്ഞു നിൽക്കാന്ന് പറയുമ്പോഴത്തേ അങ്ങോട്ട് ഓടും. അത് എവിടുന്ന വരുന്നതെന്ന് അറിയത്തില്ല. ഏതോ ഒരു വ്യക്തി അനുഗ്രഹം പുറപ്പെടുവിക്കുന്നു, അങ്ങോട്ട് ചെന്ന് അനുഗ്രഹം മേടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് മേടിക്കും. കുറച്ചു നാൾ കഴിയുമ്പോ ദൈവത്തിന്റെ പരീക്ഷണങ്ങളൊക്കെ വരും, അല്ലേ? അപ്പൊ അതായത് കൃത്യമായി ദൈവവചനം അറിയത്തില്ലാതെ വരുമ്പോ ഈ ദൈവത്തിൽ നിന്നുള്ള പരിശോധന അല്ലെങ്കിൽ പരീക്ഷ അവർക്ക് അറിയത്തില്ല. കാരണം അതൊന്നും പഠിച്ചിട്ടില്ല. ഈ അനുഗ്രഹം മാത്രം ഉദ്ദേശിച്ച് കടന്നു പോകുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? വളരെ മോശമായിരിക്കും. ദൈവത്തെ മനസ്സിലാക്കണം. ദൈവം ആരാണ്, എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ അനുഗ്രഹങ്ങളുടെ ഒക്കെ പുറകെ പോകാൻ. അതെ, അനുഗ്രഹത്തിന്റെ പുറകെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹം മാത്രം ഫോക്കസ് ചെയ്തോണ്ട് പോയി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? ആപത്തിൽപ്പെടുക തന്നെ ചെയ്യും. ലോകത്തിന് അത് തന്നെയാണ് പറ്റിയത്. ലോകത്തിന്റെ ജീവിതത്തിൽ തനിക്ക് അവസാനം എന്ത് ചെയ്യേണ്ടി വന്നു? രക്ഷപ്പെടാൻ വേണ്ടി മക്കളെ കൊടുക്കാവുന്നവരെ പറയേണ്ട അവസ്ഥ വന്നു. അതുകൊണ്ടാണ് അനുഗ്രഹം കാണുമ്പോൾ ഓടിച്ചെന്ന് നമ്മൾ പിടിക്കാമെന്ന് വിചാരിക്കും. അതെപ്പോഴും എന്തായിരിക്കത്തില്ല? ശാശ്വതമായിരിക്കത്തില്ല. നമ്മുടെ ശാശ്വത അനുഗ്രഹം എന്ന് പറയുന്നത് ആരാണ്? ദൈവമാണ്. ദൈവത്തെ കവിഞ്ഞൊരു അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലില്ല. അത് ആദ്യം മനസ്സിലാക്കണം, അല്ലേ? നമുക്ക് വലിയ വീടുണ്ട്, കാശുണ്ട്, പണമുണ്ട്, അതൊന്നുമല്ല. ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് ആരാണ്? ദൈവമാണ്. യേശു ക്രിസ്തുവാണ് നമ്മുടെ സമ്പത്ത്, അല്ലേ? യേശു ക്രിസ്തു നമ്മൾ പാടാറുണ്ട്, അല്ലേ? എനിക്ക് സമ്പത്ത് വന്ന് ചൊല്ലുവാൻ വേറെ ഒന്നുമില്ല, യേശു മാത്രം സമ്പത്താകുന്നു എന്ന് സാധു കൊച്ചു കുഞ്ഞുപദേശി പാടിയതൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. ആ മനുഷ്യന്റെ ജീവിതത്തിലൂടെ കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കൂടിയപ്പോൾ അദ്ദേഹം പാടിയ പാട്ടാണ് യേശു മാത്രം സമ്പത്താകുന്നു, വേറൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം വേറെ ആളില്ല. നമുക്ക് അനുഗ്രഹവും നമ്മളെ ശാസിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാൾ ദൈവം മാത്രമേ ഉള്ളൂ. വേറെ ആരും നമ്മുടെ കൂടെ കാണത്തില്ല. അക്കാര്യം നമ്മൾ എന്ത് ചെയ്ത് മറന്നു പോകരുത്. കാരണം അനുഗ്രഹത്തിന്റെ പുറകെ പോയി അത് ഒരു പ്രാവശ്യം അനുഗ്രഹം അങ്ങ് തീരുമ്പം, ഒരു വ്യക്തിയെ നോക്കി പോകുമ്പോൾ അനുഗ്രഹം അവിടെ തീരുമ്പോൾ പിന്നെ അനുഗ്രഹം തീർന്നു. പക്ഷെ ഏറ്റവും വലിയ അനുഗ്രഹം ആരാണ്? നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത്. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി തീരും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് എന്ന് ഞാൻ ഈ തരുണത്തിൽ എല്ലാവരോടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോ അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് പരീക്ഷണ കാലമാണ്, അല്ലേ? കാരണം പണ്ടൊക്കെ ഒത്തിരി പരീക്ഷിച്ചപ്പോൾ താൻ എന്ത് ചെയ്തു? സ്വന്തം തീരുമാനങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ എടുത്തു. ഇനിയിപ്പോ അബ്രഹാം ഇനി അടുത്ത മണ്ടത്തരങ്ങൾ വല്ലതും ഇനി കാണിക്കൂ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ ഇനി അബ്രഹാം ഇനി എന്തായിരിക്കും ദൈവത്തിന്റെ അടുത്ത പരീക്ഷ, അല്ലേ? കഴിഞ്ഞ വട്ടം പരീക്ഷിച്ചപ്പോൾ ആ പരീക്ഷയിലെല്ലാം അബ്രഹാം എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. ഭയങ്കരമായ വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാക്കി. ഈ വട്ടം അബ്രഹാം എന്ത് ചെയ്യും, അല്ലേ? കാരണം ഇത്ര അനുഗ്രഹമൊക്കെ വന്നതാ. ഇനിയിപ്പം ഇനി ദേഹത്തെ കൂടുവോ, അല്ലെ? ചില ആളുകൾ ഇങ്ങനെ അനുഗ്രഹം എല്ലാം വന്നു കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം തൻ്റെ എല്ലാം നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോൾ അവരെന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോകും. അബ്രഹാം ഇനി അങ്ങനെ ചെയ്യുമോ? ഇനി അടുത്ത പരിപാടി ഇനി അതാണോ നമ്മൾ ചിന്തിച്ചു പോകും. കാരണം ഇത്രയും അനുഗ്രഹിച്ചല്ലേ. പെട്ടെന്ന് അങ്ങനെ പോകുന്ന ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് നിത്യജീവിതത്തിൽ, അല്ലെ? ദൈവത്തെ മറന്ന് ഓടും. കാരണം കഷ്ടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ തിരിഞ്ഞോടും, അല്ലേ? അങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ ഇടയിൽ ഉണ്ട്. അപ്പോൾ അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കുറേയധികം കാര്യങ്ങൾ ഇവിടെ പഠിക്കുവാനായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അബ്രഹാമിനെ ദൈവം ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. കാരണം അബ്രഹാം എന്ത് ചെയ്തു? പല പരീക്ഷകളിലും അദ്ദേഹം വിജയിച്ചിട്ടുണ്ടല്ലേ? കാരണം സ്വന്തം ജനത്തെയും സ്വന്തം ദേശത്തെയും ത്യജിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം അതൊക്കെ കേട്ടു.
ഇശ്മായേലിനോട് പദ്ധതി ഛേദിക്കാൻ പറഞ്ഞപ്പോൾ പിന്നീട് ആജ്ഞാപിച്ചു. അവൻ അതിനെ എന്ത് ചെയ്തു? എല്ലാം അനുസരിച്ചിട്ടില്ല എന്ന് നമുക്ക് അബ്രഹാമിനെ കുറിച്ച് പറയാൻ നമുക്ക് കഴിയില്ല. എങ്കിലും ചില മണ്ടത്തരങ്ങളൊക്കെ അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ദൈവം എന്ത് ചെയ്തു? ദൈവം തന്നെ അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോ ഒരു പരീക്ഷണ കാലം അബ്രഹാമിനെ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ്. എന്താണ് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ അത് അവൻ നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെ എന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു പറഞ്ഞാൽ അബ്രഹാം എന്ത് ചെയ്യും? ഞാനിതാ, കടിയനിതാ എന്ന് പറയുവാൻ അബ്രഹാമിന് ഒരു മനസ്സുണ്ടായിരുന്നു. എന്തും കേൾക്കാൻ, അല്ലെ? നമുക്ക് ഒക്കെ ഉണ്ടാകേണ്ട ഒരു മനസ്സാണത്, വേണ്ട മനസ്സാണത്, അല്ലേ? ഞാനിവിടെ ഉണ്ട്, നീ എന്ത് പറഞ്ഞാലും കേൾക്കാം എന്ന് പറയുന്ന ആ മനസ്സ് അബ്രഹാമിനുണ്ട്. നിങ്ങൾക്ക് ആ മനസ്സുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളെ മറന്നു കളയില്ല. അടിയനിതാ എന്ന് പറഞ്ഞ് അനുസരിക്കുവാൻ കഴിഞ്ഞാൽ, അല്ലെ? അബ്രഹാമിന് അത് കഴിഞ്ഞു എന്നുള്ളതാണ് അബ്രഹാമിനെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് എന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. അപ്പം ഒരു വേദന നിറഞ്ഞ ഒരു കാര്യമല്ലേ? കുഞ്ഞുങ്ങളില്ലാതെ വളരെ ബുദ്ധിമുട്ടി നാണക്കേടും അപമാനങ്ങളും സഹിച്ച ഒരു മനുഷ്യനോട് ഒരു ദിവസം ആ കുഞ്ഞിനെ യാഗം കഴിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിഷമമുണ്ട്. വിഷമം നിറഞ്ഞ ഒരു കാര്യമാണ്, അല്ലേ? വളരെ വിഷമം നിറഞ്ഞതാണ്. നമ്മളെയൊക്കെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ വളരെ വിഷമമാണ്, വളരെ വേദനാജനകമാണ്. കാരണം വളരെ വർഷം 100-ാമത്തെ വയസ്സിലുണ്ടായ കുട്ടിയാണ്. ആ കുട്ടിയെ യാഗം കഴിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞപ്പം ദൈവം തന്നതാണ്, ദൈവം ഇനി തിരിച്ചെടുക്കുകയാണോ എന്നാണോ അബ്രഹാം ചിന്തിക്കേണ്ടത് ഇനി എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ, നിന്റെ ഏകജാതൻ, ഒരു മകനേ ഉള്ളൂ. അബ്രഹാമിന്റെ ദാസിയിൽ ഒരു മകൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഉടമ്പടികളും വാഗ്ദത്തങ്ങളും അനുസരിച്ച് അബ്രഹാമിന്റെ ഭാര്യയിൽ സാരയിൽ ജനിച്ച ഏക മകനായിരുന്നു ഇസ്ഹാക്ക്. അപ്പോ അവന് മാത്രമേ ദൈവീയ ഉടമ്പടിക്കുള്ള വാഗ്ദത്തങ്ങളൊക്കെ ലഭിച്ചിരുന്നുള്ളൂ. ഇസ്മായിലിനത് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ അന്യദൈവങ്ങൾക്കൊക്കെയും ബൈബിളിൽ എന്ത് ചെയ്തിരുന്ന യാഗം, മനുഷ്യന് യാഗം കഴിക്കുന്ന ബൈബിളിലെ അന്യദൈവങ്ങൾക്ക് മനുഷ്യനെ യാഗം കഴിക്കുന്ന ബൈബിളിൽ എന്താണ്? സത്യദൈവത്താൽ എന്ത് ചെയ്താണ്? വിലക്കപ്പെട്ട കാര്യമാണ്. ലേവ്യ പുസ്തകം 18-20, 21, അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 18-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ. അപ്പം എന്താണ്? മറ്റ് ദേവന്മാരും ദൈവമല്ല, അവർക്ക് എന്തെങ്കിലും അർപ്പിക്കുവാൻ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താണ്? ദൈവം എന്താണ്? എല്ലാവരുടെയും സൃഷ്ടാവായ ദൈവമാണ്. ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ വകയാണ്. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ ആകയാൽ അതെന്താണ്? ദൈവത്തിന് തന്റെ ഹിതാനുസരണം അവരോട് പ്രവർത്തിക്കാനും എന്തുണ്ട്? അധികാരമുണ്ട്. അങ്ങനെയുള്ള തന്റെ ഹിതപ്രകാരം ആവശ്യമെങ്കിൽ മനുഷ്യരെ ഹോമയാഗം അർപ്പിക്കാൻ ആവശ്യപ്പെടുവാൻ ദൈവത്തിന് കഴിയും. അങ്ങനെയാണ് ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ അബ്രഹാമിനോട് ദൈവം എന്ത് ചെയ്യുന്നത്? കൽപ്പിക്കുന്ന എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലേ? ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അബ്രഹാമിന് അനുസരിക്കാതിരിക്കാൻ ഒക്കത്തില്ല. അതാണ് കാരണം ദൈവത്തിന് മനുഷ്യനിടയിൽ ഒരു സാന്ദ്രതയുണ്ട്. അവൻ സൃഷ്ടാവാണ്, സകല സൃഷ്ടികളുടെയും സൃഷ്ടാവുമാണ്, പിതാവുമാണ്, അല്ലേ? മനുഷ്യനെല്ലാം അവന്റെ കരവിരുതാണ്. ഈ ആകാശവും ഭൂമിയും ഒക്കെ അവന്റെ കരവിരുതുകളാണ്. അപ്പോൾ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവയെല്ലാം എന്ത് ചെയ്യണം? അനുസരിക്കേണ്ടവയാണ്. അവന്റെ നിർമ്മിതികൾ. മനുഷ്യനെല്ലാം അവനാണ് നിർമ്മിച്ചത്. ആദാമും ഹവ്വായെയും എല്ലാം
നിർമ്മിച്ച നമ്മുടെ പൂർവ്വപിതാവായ ആദാം ഹവ്വായും ഒക്കെ നിർമ്മിച്ചാരാണ്? ദൈവമാണ്. അതിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ദൈവത്തെ അനുസരിക്കേണ്ട തന്നെയാണ്. ദൈവം ആരാണ്? അവൻ നീതിമാനാണ്, വിശുദ്ധനുമാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. നീതിമാനായ ദൈവം തെറ്റായ ഒരു കാര്യം ചെയ്യുവാന് അബ്രഹാമിനോട് എന്ത് ചെയ്യത്തില്ല? ആവശ്യപ്പെടുകയല്ല. യാക്കോബ് 1:13 നമ്മൾ വായിക്കുമ്പോൾ, യാക്കോബ് 1:13 നമ്മൾ കാണുന്നു. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 13-ാമത്തെ വാക്യത്തിൽ, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു. അപ്പൊ എന്താണ്? ദൈവം നമ്മളെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. നന്മയ്ക്കുള്ള പരീക്ഷണങ്ങളെ തരികയുള്ളൂ. ഒന്നുകിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുവാനുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വരാൻ സമയമായി, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവവചനത്തിൽ നിങ്ങൾ കുറച്ചുകൂടി പഠിക്കണം, ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ആഴമായി അറിയണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ദൈവം കുറെ കൂടി പരീക്ഷകളിലൂടെ കിടത്തിവിടും. എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നേക്കുമായി ഉപേക്ഷിച്ചു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഏകജാതനായ ഇസ്ഹാക്കിനെ എന്ത് ചെയ്യണം? യാഗം കഴിപ്പിക്കണമെന്നുള്ളതാണ്. അപ്പൊ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഏകജാതനായ മകനാണല്ലേ, ഏകപുത്രനാണ്, അവകാശിയുമാണ്. അപ്പോ ദൈവ ഉടമ്പടി സ്ഥാപിച്ചിരിക്കുകയാണ് അല്ലേ? വാഗ്ദാനങ്ങളും അബ്രഹാമിന്, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ അബ്രഹാം എന്ത് ചെയ്യും? വിശ്വസിക്കണോ? ദൈവത്തിന് ഒരു തെറ്റും ചെയ്യാനാവില്ലെന്നും ദൈവത്തിന് തന്റെ വാക്ക് ലംഘിക്കാനാവില്ലെന്നും അബ്രഹാം വിശ്വസിക്കുമോ? അബ്രഹാം ഒരിക്കലും വിശ്വസിക്കത്തില്ല. അബ്രഹാം ഇപ്രകാരം ഒരു പരീക്ഷണമായിരുന്നു നേരിട്ടതെങ്കിൽ ദൈവം എന്ത് ചെയ്തതിനുമായിരുന്നു? ചെയ്യുവാൻ ദൈവം ആവശ്യപ്പെട്ടാലും ദൈവത്തിന് നല്ല കാരണവുമുണ്ടെന്നും ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ തീർച്ചയായും പറഞ്ഞ തന്നെ നിറവേറ്റുമെന്നും അബ്രഹാം ന്യായമായി ചിന്തിച്ചു. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, റോമർ 4:21 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അല്ലേ? എബ്രഹാമിനെ കുറിച്ചാണ് പറയുന്നത്. ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനായി തന്റെ ശരീരം നിർജീവമായി പോയി. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായും ഉറച്ചു. അത് 22-ാമത്തെ വാക്യത്തിൽ റോമർക്ക് എഴുതിയ ലേഖനം 4:22 എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവം നമ്മൾ വിശ്വസിക്കുമ്പോൾ അത് നീതിയായി കണക്കിടുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലുള്ള അതെന്ന് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കാര്യമാണ് നമ്മൾ വായിച്ചത് അല്ലേ? ദൈവം നമുക്ക് വേണ്ടി വലിയ ചെയ്യുന്ന ദൈവമാണ്. ഏകജാതനെ എന്ത് ചെയ്യണം? യാഗമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ്? ഇസ്ഹാക്കിന് യാഗമർപ്പിക്കപ്പെട്ടാലും തന്റെ വാക്തത്വം എന്ത് ചെയ്യണം? താൻ വാക്തത്വം ചെയ്ത് നിറവേറ്റുവാൻ, മരണത്തിൽ നിന്ന് പോലും ഇസ്ഹാക്കിനെ ഉയർപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചു അല്ലേ? അപ്പൊ യാഗം നടക്കാൻ പോവുകയാണ്. അപ്പോ യാഗം നടക്കാൻ പോവുകയാണ്. യാഗത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല. പക്ഷേ എങ്കിലും അബ്രഹാമിന്റെ മനസ്സിൽ എന്തായിരിക്കും അല്ലെ? സ്വന്തം മകനെ യാഗം കഴിപ്പിക്കണമെന്ന് പറയുമ്പോൾ അബ്രഹാമിന്റെ മനസ്സിൽ എന്ത് വേദനയായിരിക്കും അല്ലേ? എങ്കിലും അവൻ എന്ത് ചെയ്തു? ദൈവം പറയുന്നത് അനുസരിക്കുവാനായിട്ട് അവൻ തയ്യാറായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാർ 2 പേരെയും തന്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. പക്ഷെ ദൈവം പറഞ്ഞതൊന്നും അബ്രഹാം എന്ത് ചെയ്യുന്നില്ല?
എതിര് പറയുന്നില്ല. അല്ലേ? ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഇറങ്ങുവാൻ തയ്യാറായ അബ്രഹാമിന് വീണ്ടും ദൈവം പരീക്ഷിക്കുകയാണ്. മകനെ യാഗം കഴിക്കണമെന്ന് പറയുമ്പോൾ താനൊരു എതിര് പോലും ദൈവത്തോട് പറയുന്നില്ല. ഇന്ന് കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ മറുത്തു പറയുന്നവരാകരുത്. ദൈവം പറയുന്നത് കേട്ട് ഉവ്വ എന്ന് പറഞ്ഞ് അത് കേൾക്കുവാൻ തയ്യാറായാൽ നിങ്ങളെ അവൻ മറക്കുകയല്ല. അബ്രഹാമിനെ പോലെ നിങ്ങളെയും അനുഗ്രഹിക്കുന്ന നല്ലവനായ ദൈവമാണ് സ്വർഗത്തിൽ നിങ്ങൾക്കുള്ളത്. അവൻ ഏക സത്യ ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ആ ദൈവത്തെ നമസ്കരിച്ച് ആ ദൈവത്തിൽ നമ്മൾ ആരാധിച്ച് ജീവിക്കുകയാണെങ്കിൽ, അവൻ പറയുന്നത് കേട്ട്, അല്ലെ, അബ്രഹാമിനെ പോലെ തിരിക്കുവാൻ കഴിഞ്ഞാൽ, അല്ലെ, മകനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ഇറങ്ങിച്ചെന്നു. അല്ലെ, താൻ തയ്യാറായി രാവിലെ തന്നെ എഴുന്നേറ്റു. അല്ലെ, രാവിലെ തന്നെയാണ് അധികാലത്തെ എഴുന്നേറ്റെന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ ഉറങ്ങിയില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ടെൻഷനൊക്കെ പിടിച്ച് വേദനയൊക്കെ പിടിച്ച്, അയ്യോ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ, എൻ്റെ മകനെ ഞാൻ കൊല്ലണമെന്നൊക്കെ പറഞ്ഞ് യാഗം കഴിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കേസ് വല്ലതും ആണോ, ടെൻഷൻ അടിക്കാൻ തുടങ്ങും. പക്ഷെ അബ്രഹാമിന് യാതൊരു ടെൻഷനുമില്ല. അവൻ അധികാലത്തെ ദൈവം പറഞ്ഞത് അനുസരിക്കുവാൻ തയ്യാറായി. അത് ദൈവം അവന് നീതിയായി കണക്കിട്ടു. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഏക സത്യദൈവമായ നിന്നെ ആരാധിക്കുവാൻ തന്ന അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങ് വചനത്തിലൂടെ അങ്ങ് ഏക സത്യദൈവമാണെന്ന് ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കും. ഏക സത്യദൈവത്തെ ആരാധിക്കുവാൻ അവർക്ക് അബ്രഹാമിനെ പോലെ കഴിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. അതുപോലെ തന്നെ രോഗികളായിട്ട് ഭാരപ്പെടുന്നവരുടെ മേൽ അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തെ അനുഗ്രഹിക്കണം, രാജ്യങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കണം, അഡ്മിന്മാരെ അനുഗ്രഹിക്കണം. എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കിട്ടിയ സ്തോത്രം, മാനവ മഹത്വോപജനെടുക്കണം. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള തിരുനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, സ്തോത്രം.